ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമാണ് ഉള്ളത്. പുള്ളിക്ക് എന്തോ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് പുള്ളി ചിന്തിക്കുന്നത്. മോഹൻലാൽ അടിപൊളി, വെൽ അബോവ് ദ എക്സ്പെക്ടേഷൻ. രണ്ടാമത്തെ മോൾ അസാധ്യമായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിരുന്നു മൂവിയിൽ ഉണ്ടായിരുന്നത്. നമ്മള് ആ ഒരു എനിക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. എല്ലാവരും മസ്റ്റ് വാച്ചാണ്. നമ്മൾ 3 വരുമ്പോഴേ നമ്മൾ അങ്ങനത്തെ ഒരു ഇത് വരുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമാണ് ഉള്ളത്. അതെല്ലാവരും പോയി ഫസ്റ്റ് ഡേ കാണാൻ പറ്റുന്ന ഫസ്റ്റ് ഡേ തന്നെ കാണാം. അടിപൊളി പടം. ഒരു എക്സ്പെക്ടേഷൻ 3ക്ക് വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഒരാൾക്ക്? അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ്, ഒരു ക്രിമിനലായിട്ടൊക്കെ ചിന്തിക്കും. പുള്ളി ഒരു ക്രിമിനൽ ആണെന്നാണ് തോന്നുന്നത്. പുള്ളിക്ക് എന്തോ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് പുള്ളി ചിന്തിക്കുന്നത്. ഒരുപാട് ഡീഗ്രേഡിംഗ് പോലെയൊക്കെ നടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം? എല്ലാ സിനിമകൾക്ക് അങ്ങനെ കാണുമല്ലോ, നല്ല വശവും ചീത്ത വശവും. നല്ല വശങ്ങൾ ചിന്തിച്ചാൽ നല്ല സിനിമകൾ വരും. ഓവറോൾ ഗുഡാണ്, നല്ല സിനിമ. എന്തായാലും 1, 2, 3 വേറെ ലെവല്. 4ാമത്തെ ഭാഗത്തിന് വെയിറ്റിംഗ്. നല്ല സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു അവസാനമല്ല, ഇതിന്റെ കണ്ടിന്യൂഷൻ ദൃശ്യം 4ഉം വരാം. കാരണം ഇതൊരു എൻഡല്ല. നല്ല സിനിമയാണ്, എല്ലാവരും കാണാം. മോഹൻലാൽ അടിപൊളി. എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്തു. എങ്ങനെയാണ്? വെൽ അബോവ് ദ എക്സ്പെക്ടേഷൻ. ഇല്ല അങ്ങനെ കുറച്ച് ലാഗ് തോന്നുന്നുണ്ട്. അത് പക്ഷേ ഈ പടം പിന്നെ കഥ കൊണ്ട് എത്തിക്കേണ്ടത് അതിന്റെ ഇതാണ്. നല്ല പടം. പക്ഷെ കുറച്ച് ലെവൽ ഇച്ചിരി കൂടെ ക്രൗഡായിരുന്നു എന്ന് തോന്നി. ഇനി ദൃശ്യം 4 വരുന്നത് അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. മേ ബി എന്തായാലും നന്നായി. എനിക്കൊത്തിരി ഇഷ്ടം. അനുഭവങ്ങൾ പഠിപ്പിച്ചിട്ട ഒരാളാണ് അതിനകത്ത് വന്നത്. ആദ്യം അങ്ങനെ ആയിരുന്നു. ആദ്യത്തെ അനുഭവം വന്നപ്പോൾ പുള്ളിക്ക് ധൈര്യമില്ലായിരുന്നു. ഇപ്പൊ ആത്മവിശ്വാസമുണ്ട്. ജോർജ് കുട്ടി ഞാനതാ പറഞ്ഞു. ആദ്യം പുള്ളി അനുഭവിച്ച സ്ഥലത്തില്ലായിരുന്നപ്പോൾ സംഭവിച്ചതല്ലേ. അപ്പൊ എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയന്നുപോയി. എങ്ങനെ ഇത് മറിക്കണം, എന്റെ മോളെ എങ്ങനെ രക്ഷിക്കണം, അത് മാത്രമേ ആ അച്ഛൻ്റെ മനസ്സിലുള്ളായിരുന്നു. ഇപ്പോഴും അതേ വികാരം തന്നെയാണ് സ്വന്തം അച്ഛൻ്റെ ഉള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഒരുപാട് കടമ്പകളിൽ നിന്നാണ് അച്ഛൻ പുനർജനിച്ചത്. ദൃശ്യം 1 തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ദൃശ്യം 1 തന്നെയാണ് ഏറ്റവും എന്ന് വെച്ചാൽ എല്ലാവരുടെ മനസ്സിൽ തങ്ങിക്കിടക്കുന്ന അതാണ്. ഇപ്പോൾ ഓരോ മറിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്തത് കൂടുതൽ പ്രതീക്ഷിക്കും. അത്രയേ ഉള്ളൂ. നന്നായിരുന്നു. മോളല്ലേ, രണ്ടാമത്തെ മോൾ അസാധ്യമായിരുന്നു. നല്ലതായിരുന്നു, നല്ല പടം. ലാലേട്ടന്റെ ബർത്ത്ഡേ എവിടെയാണ്? അപ്പം പിറന്നാൾ ദിവസം തന്നെ സിനിമ കാണാൻ പറ്റിയല്ലേ? ആണ്. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയായിരുന്നു? ഞെട്ടിച്ചായിരുന്നു ക്ലൈമാക്സ് ഒക്കെ? കൊള്ളാം, സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. സൂപ്പറായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ലാഗ്, സ്ലോ ആയിട്ട് പോകുന്നത്. ഇതൊക്കെ ഇമോഷണൽ മാത്രമാണ് എന്ന് ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഭയങ്കര പ്ലെയിൻ ആയിട്ട് പോയി. ഇങ്ങനെ ഒരു പടത്തിന്റെ ആവശ്യം ആക്ച്വലി ഇല്ലായിരുന്നു. സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് പരിപാടികൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കൈയടിക്കാം. അല്ലാതെ ഇമ്പാക്റ്റ് അങ്ങനെ വലിയ ഇമ്പാക്റ്റ് 1 ഉം 2 ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒന്നും ഇനി 4 ഒക്കെ വരുമെന്ന് തോന്നുന്നു. അതിന്റെ ആവശ്യമില്ല. ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് വരണ്ടേ? സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു.